നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിൽ വലിയ രാഷ്ട്രീയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. BJPക്കൊപ്പം ചേരാൻ ശിരോമണി അകാലിദൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർഷക സമരവും കർഷകരോടുള്ള പിന്തുണയും ഒക്കെ ആയിരുന്നു ശിരോമണി അകാലിദൾ NDA സഖ്യത്തിൽ നിന്നും വിട്ടുപോകാനുള്ള പ്രധാന കാരണം. അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ശിരോമണി അകാലിദളിന് ലഭിക്കേണ്ടി വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തിരിച്ചു പോകാം എന്നുള്ള രീതിയിലാണ് അവിടെ ഹർസിമ്രത് കൗർ ബാദലും അതുപോലെ സുഖ്ബീർ സിംഗ് ബാദലും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ശിരോമണി അകാലിദളിന് തിരിച്ചു വരാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ ആഘാതത്തിൻ്റെ പരിധി കുറയ്ക്കാൻ കഴിയും എന്നാണ് നേതാക്കൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ആ പാർട്ടി ശിഥിലമായി പോകുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതേസമയം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തത്തുല്യമായ സീറ്റുകൾ വീതിച്ച് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ 13 സീറ്റുകളുള്ള പഞ്ചാബിൽ അതെങ്ങനെയെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കോൺഗ്രസിന് 7 ആം ആദ്മിക്ക് 6 എന്ന കണക്കാണോ എന്നുള്ളതും ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അന്തിമ ചർച്ച രൂപീകരിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്: ആരുടെ മുന്നിലും അടിയറവ് വയ്ക്കേണ്ട കാര്യമില്ല. കാരണം പഞ്ചാബിൽ കോൺഗ്രസ്സിന് ശക്തമായ അടിവേരുകൾ ഉണ്ട്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കും. ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 5 മേഖലകളിലും കോൺഗ്രസ്സാണ് രണ്ടാമത് വന്നത്. അതുപോലെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് പഞ്ചാബ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജിതരായി എന്ന് പറഞ്ഞ് അതിനർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ല എന്നുള്ളത് ഏവർക്കും അറിയാം. അവിടുത്തെ മുഖ്യമന്ത്രിയായ ഭാഗവത് മാനിനെതിരെ ഭരണവിരുദ്ധത അതിശക്തമായി തന്നെ ആളിക്കത്തുന്ന സാഹചര്യം ആം ആദ്മിക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് കോൺഗ്രസ്സാണ് ഏക പോംവഴിയെന്ന് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കളായ നവ്ജോത് സിംഗ് സിദ്ധുവും ചരൺജിത് സിംഗ് ചന്നിയും സുനിൽ ജാഖറും ഒക്കെ അതിശക്തമായി തന്നെ പോർമുഖത്തുണ്ട്. അവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള സംഭാവന ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് നൽകാൻ കഴിയും എന്ന് തന്നെയാണ് AICC ഉറച്ചു വിശ്വസിക്കുന്നത്. ആം ആദ്മി പാർട്ടി കോൺഗ്രസിനോടൊപ്പം നിന്നാൽ അവർക്ക് നേട്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കി തന്നെയാണ് കെജ്രിവാളും ഭാഗവത് മാനും അതുപോലെ ആം ആദ്മി നേതാക്കളും അതുപോലെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ തീരുമാനം പിന്നിൽ നിന്ന് ചതിക്കാനുള്ളതാണ് എന്ന രീതിയിലേക്ക് വന്നാൽ തീർച്ചയായും കോൺഗ്രസ് അവരുടേതായ വഴി നോക്കും എന്നുള്ളത് ദേശീയ നേതൃത്വം വ്യക്തമാക്കിയതാണ്. ആദ്യം നടത്തിയ ചർച്ചകളിലൊക്കെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടും അതുപോലെ കടുത്ത അവഹേളനയും ഒക്കെ കോൺഗ്രസ് നേരിടുന്നതായി തോന്നുകയായിരുന്നു. മമതാ ബാനർജിയുമായിട്ടുള്ള കൂട്ടുകച്ചവടം വേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് ആ രീതിയിലാണ്. എന്നാൽ കെജ്രിവാൾ വളരെ നൈസായി തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണമായത് താൻ പരാജയപ്പെടുമോ, തൻ്റെ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിഥിലമാകുമോ എന്ന ഭയം കെജ്രിവാളിനെ നല്ലപോലെ അലട്ടുന്നുണ്ടായിരുന്നു. അതാണ് പഞ്ചാബിൽ ഈ ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കാൻ കാരണമായത്.